നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തീയിൽ കുരുത്തൊരു കുതിരയെ, കൊടും കാറ്റിൽ പറക്കും കഴുകനെ, മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, മലയാള മനസ്സിൻ നായകനെ. ഈ പാട്ട് ഇപ്പൊ വന്നിട്ട് അധിക നാളൊന്നും ആയില്ല. വളരെയധികം വിവാദങ്ങളായ ഒരു പാട്ടായിരുന്നു ഇത്. ഒരുപാട് വിവാദങ്ങൾ. പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് സഖാക്കൾ ഒരുക്കിയ ഒരു പാട്ടായിരുന്നു അന്ന് വൈറലായതും പിന്നീട് ഇപ്പോ കുറെ നാളായി കേൾക്കാതിരിക്കുന്നതും. അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഈ പാട്ട് ചേരുന്നത് അങ്ങ് വടകരയിലേക്ക് കുതിച്ചു പാഞ്ഞു വരുന്ന ഷാഫി പറമ്പിൽ എന്ന ആ യുവത്വത്തെ കാണുമ്പോഴാണ്. കുതിച്ചു പായുകയാണ്. പാലക്കാട് നിന്നും വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ വരുന്ന ഷാഫി പറമ്പിൽ സത്യത്തിൽ ഒരു പായുന്ന കുതിര തന്നെയാണ്. കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ തന്നെയാണ്. മണ്ണിൽ നിന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ തന്നെയാണ്. പാലക്കാട്ടുകാരുടെ മനസ്സിൽ തുടികൊള്ളുന്ന അല്ലെങ്കിൽ കുടികൊള്ളുന്ന ഒരു യുവത്വം തന്നെയാണ് ഷാഫി പറമ്പിലിൻ്റെത്. അത് ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ ആരാണ് പായുന്ന കുതിരയെന്നും അല്ലെങ്കിൽ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ ആരാണെന്നും മണ്ണിൽ നിന്ന് ഉദിച്ചുയർന്നു വരുന്ന സൂര്യൻ ആരാണെന്നും വോട്ടർമാരുടെ മനസ്സുകളിൽ കുടികൊള്ളുന്ന MLA ആരാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ അങ്ങ് പാലക്കാട്ടേക്ക് ചെല്ലണം. ഇനി അത് ചരിത്രം തിരുത്തി എഴുതി കുറിക്കാനായി വടകരയുടെ മണ്ണിലേക്ക് ഇറങ്ങുന്നു. അത് ഷാഫി പറമ്പിലാണ്. വടകരയിൽ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. CPM-ന്റെ കോട്ടയായിരുന്ന വടകരയിൽ TP ചന്ദ്രശേഖരൻ എന്ന കറകളഞ്ഞ നേതാവ്, CPM-ന്റെ ഉറ്റ അനുയായിയായിരുന്ന നേതാവ്, പാർട്ടിയുമായി ലേശം എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായപ്പോ പാർട്ടിയിൽ നിന്നും തെറ്റിമാറിയപ്പോ 52 വെട്ടുകൾ വെട്ടി TP ചന്ദ്രശേഖരനെ അവിടെ കൊലപ്പെടുത്തിയ CPM ഈ ഇടയ്ക്കാണല്ലോ അതിന്റെ വിധി വന്നത്. അതിലെ കുറ്റവാളികൾക്കെല്ലാം 20 വർഷം തടവ് കൊടുത്തു. ജാമ്യം പോലുമില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയും ആ മണ്ഡലം പിടിച്ചെടുക്കും എന്നുള്ള ഒരു വാശിയോടെ ശൈലജ ടീച്ചറെയാണ് അങ്ങോട്ടേക്ക് ഇറക്കിയത്. KK ശൈലജ അവിടെ ചെന്നപ്പോ അവിടെ ഒരു വലിയ ഓളമൊക്കെ സൃഷ്ടിച്ച് വടകര ഇപ്പോൾ പിടിച്ചെടുക്കാം, ഇപ്പോൾ ഞങ്ങൾ വടകര പിടിച്ചെടുക്കും എന്നുള്ള ഒരു ധാരണയിൽ സഖാക്കന്മാർ തലങ്ങും വിലങ്ങും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ വാർത്തകൾ പടച്ചുവിട്ടു. അപ്പോഴാണ് ഷാഫി പറമ്പിലിന്റെ അരങ്ങേറ്റം. ഒരു പായുന്ന കുതിര, അതായത് കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ, ഭൂമിയിൽ ഉദിച്ചുയരുന്ന സൂര്യൻ, പാലക്കാട്ടെ വോട്ടർമാരുടെ നെഞ്ചിൽ കുടികൊള്ളുന്ന, അവിടെ സ്നേഹത്തിൽ മാത്രം ജീവിക്കുന്ന ഷാഫി പറമ്പിൽ. ഇനി വടകരക്കാരുടെ നെഞ്ചിലുള്ള സ്നേഹം, വടകരക്കാരുടെ ഉള്ളിലുള്ള സ്നേഹം മനസ്സിലാക്കാൻ, അവരുടെ ഉള്ളിൽ കുടിയിരിക്കാൻ വടകര എന്ന മണ്ഡലം ലോകസഭയിൽ വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി, വടകരയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിവുള്ളയാൾ, ഭാഷ അറിയുന്നയാൾ, വിവരമുള്ളയാൾ, യുവാവ്, ഇതിലൊക്കെ പുറമെ തനിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരോട് സ്നേഹം മാത്രം കാണിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന യുവത്വം വടകരയിൽ പറക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പായുന്ന കുതിരയെ പിടിച്ചുകെട്ടാൻ ആർക്കാണ് കഴിയുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.